ഇന്ന് നമ്മുടെ കടയിൽ വന്നിരുന്ന കുറച്ച് നാടൻ ചെമ്പലിയും, അതായത് ചൂണ്ടക്കാരുടെ ചെമ്പലിയും, കുറച്ച് നാടൻ പലവക മീനുകളും, പിന്നെ കുറച്ചധികം വലുതും ചെറുതുമായ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടുകൾ, അതായത് 2600 രൂപയുടെ ഞണ്ട് വരെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ചെമ്പലി ആയിരുന്നതാ ഇന്ന് നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടക്കാരുടെ ചെമ്പലി. അങ്ങനെ നമ്മുടെ സിദിനായിരുന്നല്ല പല വലുപ്പത്തിലുണ്ടായിരുന്ന ചെമ്പലികളെ തിരിഞ്ഞു മാറ്റിയെടുത്തു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പലവക ഐറ്റങ്ങളായിട്ട് വേറൊരു ചേട്ടൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. വന്ന പാടെ ആ ചേട്ടൻ ഈ കാണത്ത അകലയിലേക്ക് ചൊരിഞ്ഞിടായിരുന്നില്ല മീനെല്ലാം. അതിൽ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട മീനുണ്ടായിരുന്നു എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ കാണുന്ന പോലെ തിരിഞ്ഞു മാറ്റിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ തകലിലേക്ക് ചൊരിഞ്ഞിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കുറച്ച് പട്ടത്തിയും കാരച്ചുമീനുമായിരുന്നെങ്കിൽ പിന്നെ ആ തകലിലേക്ക് ചൊരിഞ്ഞിട്ടത് കുറച്ചധികം ഞണ്ടുകൾ മാത്രമായിരുന്നു. അതിൽ 340 രൂപ മുതൽ 2600 രൂപയുടെ എക്സ്പോർട്ട് ക്വാളിറ്റി മട്കാവ് വരെ ഉണ്ടായിരുന്നു. അതിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 1.150 ഉണ്ടായിരുന്നു. തൂക്കം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ ക്വാളിറ്റി കൂടി മീറ്റ് ചെയ്യണം അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ അപ്പച്ചനാണ് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞ് അതിനെ കൂടുതലേക്ക് എടുത്ത് വെച്ചാൽ ക്വാളിറ്റിക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഞണ്ടിന്റെ ഷെല്ല് സോഫ്റ്റ് ആണെങ്കിൽ അതിന്റെ വില 2600 നിന്ന് പാമ്പ് വിഴിഞ്ഞ പോലെ വെറും 440 രൂപയിലേക്ക് താഴ്ന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അങ്ങനെ ഈ ദിവസങ്ങളായിട്ട് കുറച്ച് മെച്ചപ്പാടുണ്ട് കേട്ടോ. മീനിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കായിരുന്നല്ലോ. പക്ഷെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി മീനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.